സുഹൃത്തുക്കളെ, യു പിയിൽ മതപരിവർത്തന നിരോധിത നിയമം കൂടുതൽ കർക്കശമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വത്തിക്കാൻ്റെ കുരിശ് കൃഷിക്കാർ ജീവിതകാലം മുഴുവനും അഴിയണ്ണും, ഫൈനും കൂട്ടി തടവ് ജീവിതകാലമാക്കി, ജാമ്യം ഇല്ലാ കുറ്റമാക്കി മാറ്റിയിട്ടുണ്ട് മതപരിവർത്തന നിയമം. ഇപ്പോൾ കുരിശ് തീവ്രവാദികൾ, കുരിശ് കൃഷിക്കാർ ഇനി കുറച്ച് കഷ്ടപ്പെടും, കുറേ എണ്ണം ജയിലിൽ കിടന്ന് കരയും. യോഗിജി കുരിശ് കൃഷിക്കാർക്ക് പണി കൊടുക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഒരുപാടെണ്ണം അഴിയണം. ഇപ്പം തന്നെ ഒരുപാടെണ്ണം അഴിക്കുള്ളിലാണ്. BJP ഭരിക്കുന്ന മിക്ക സംസ്ഥാനങ്ങളും ഇതുപോലുള്ള നല്ല നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ക്രിസ്ത്യാനികൾക്കൊക്കെ ഒരു വിഷമം വരുന്നില്ലേ? സംഘടനയുടെ ആളുകളായ ആളുകൾ, മുസ്ലിങ്ങളെ ഡെയിലി ജിഹാദികൾ ഏത് ലോകത്ത് ഒരുപാട് കുറ്റകൃത്യം നടക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ജിഹാദി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറ്റം പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് എത്രമാത്രം വേദന ഉണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ കൂടുതൽ ആക്രമിക്കാൻ, അതായത് ഇങ്ങനെ വെർബൽ അവരെ പറ്റി കൂടുതൽ കുറ്റം പറയാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ചെറിയൊരു വിഷമങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇന്ത്യയിലിരുന്നിട്ട് മലയാളത്തിലോ ഹിന്ദിയിൽ പറയുമ്പോൾ പിന്നെ വീണ്ടും ബംഗ്ലാദേശികളും പാകിസ്ഥാനികളൊക്കെ കേൾക്കുമെന്നെങ്കിലും വിചാരിക്കാം. മലയാളത്തിൽ പറയുമ്പോൾ സംഖ്യകൾ പറയുമ്പോഴാണ് എനിക്ക് കൂടുതൽ, കാരണം അതങ്ങനെയാണ്. നമ്മൾ കുട്ടിയോട് കളിക്കരുത്, നമ്മൾ മുതിർന്നവരെയാണ് തല്ലേണ്ടത്. കുട്ടികൾ അവർ കുറുമ്പ് കാണിക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതങ്ങനെയാണ്. പക്ഷേ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ട് ചിലർ അതിൻ്റെ ഉള്ള പണി ഒരു കാലഘട്ടത്തിൽ 2017 കേട്ടോ, അന്ന് ആരുമില്ല. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ നീ സംഖ്യയല്ലടാന്ന് ചോദിച്ചപ്പോൾ മുസ്ലിങ്ങളോട് അല്ലടാ എന്നും പറഞ്ഞിട്ട് അവരോട് അതേ നാണയത്തിൽ, അതിന് പിന്നെ ഇപ്പോൾ ആൾക്കാരെ കോപ്പി അടിച്ചു. ഞാൻ ജയിലിലായിരുന്നു. കാരണം അവർക്ക് മനസ്സിലായി ഇത് സംഗതി തിരിച്ചടിക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ മറ്റുള്ളവരൊക്കെ വന്നിട്ട് ഹീറോയിസം കാണിക്കാൻ തുടങ്ങി. അപ്പോൾ അതാണ് അതിൻ്റെ അവസ്ഥ. ഇനി സംഘികൾ വലിയ ഇതൊക്കെ പറയുന്നുണ്ട്. സംഘികളെ ഒന്ന് ചൊറിയുക എന്നുള്ളത് ഒരു ലക്ഷ്യമാണ്. പക്ഷേ ക്രിസ്ത്യാനികളെ ചൊറിയുമ്പോൾ ഒരു വിഷമം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ അത് ക്രിസ്ത്യാനികൾ അറിയുന്നില്ല. ഇപ്പോൾ തന്നെ ദീപികയിൽ മുഖപ്രസംഗത്തിൽ കരയുകയാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ലോകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നക്കാർ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ തന്നെ ഹനിയെ കൊല്ലപ്പെട്ടപ്പോഴൊക്കെ ഇവിടെ ആഘോഷിക്കുന്നത് കൂടുതലും. അപ്പോൾ അതിൻ്റെതായ രാഷ്ട്രീയപരമായ വശങ്ങളൊക്കെ ഉണ്ട്. അത് വരും വീഡിയോകളിൽ ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ ഞാൻ പറയുന്ന സംഖ്യകളെ വിടും. പക്ഷേ സംഖ്യകളൊപ്പം കൂടിയിട്ട് അവർക്ക് അത്രമാത്രം വെറുപ്പ് മുസ്ലിങ്ങളോട്. പക്ഷേ ഈ പണി വരുമ്പോൾ കൂടുതൽ അത് നിങ്ങൾക്ക് മനസ്സിലാകും. യു പിയിലൊക്കെ അല്ലെങ്കിൽ BJP സംസ്ഥാനങ്ങളിലൊക്കെ അഴിക്കുള്ളിൽ കൂടുതലും കിടക്കുന്നത് ക്രിസ്ത്യാനികളാണ്. വിദേശ ഫണ്ടിങ്ങുകൾ സംഭാവനയായി വന്ന മിഷണറി പ്രവർത്തനങ്ങളാണ് കൂടുതലും ക്രിസ്ത്യാനികൾ നടത്തുന്നത്. അപ്പോൾ ഈ മിഷണറി പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ബുദ്ധിയില്ല, മണ്ടന്മാരാണ്, വെളിവില്ല. അപ്പോൾ അവർ മനസ്സിലാക്കുന്നതാണ്, ഇസ്ലാമിനെ ഈ മുസ്ലിങ്ങളെ വെച്ചിട്ട് തകർത്ത് കഴിഞ്ഞാൽ ഒരു നിരീശ്വരവാദി ചിന്തിക്കുന്ന ലെവലിലൊന്നും ഒരു മതവാദിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അവൻ പൊട്ടനാണ്, പ്രാർത്ഥിക്കുന്നവൻ പൊട്ടനാണ്. അപ്പോൾ അവന് ഹൈ ലെവലിൽ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ ചിന്ത എന്താണ്? മിഷണറിമാരുടെ ചിന്ത എന്താണ്? നമുക്ക് മുസ്ലിങ്ങളെ വെച്ചിട്ട് കോയന്മാരെ അവരുടെ മതത്തിൽ നിന്നും പുറത്തെത്തിക്കാം, എന്നിട്ട് അവരെ ക്രിസ്ത്യാനിയിലോട്ട് കൊണ്ടുവരാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ലോകം മുഴുവനും ക്രിസ്ത്യാനികളാക്കുക എന്നുള്ളതാണ് പോപ്പിൻ്റെയൊക്കെ പ്രത്യക്ഷ ലക്ഷ്യം. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ദീപിക പത്രം നോക്കാം. മതപരിവർത്തനത്തിൻ്റെ മറവിൽ പുത്തൻ ബുൾഡോസർ. ഗോവധ നിരോധന നിയമം രാജ്യത്ത് മുമ്പുണ്ടായിരുന്നു. BJP അധികാരത്തിലെത്തിയതോടെയാണ് അത് ദുരുപയോഗിക്കപ്പെട്ടത്. മതപരിവർത്തന നിയമ ഭേദഗതിയും ന്യൂനപക്ഷങ്ങൾക്കെതിരായുള്ള ബുൾഡോസറായി മാറാൻ അനുവദിക്കരുത്. പാകിസ്ഥാനിൽ ഒരു മതനിന്ദാ നിയമമുണ്ട്. പിനൽ കോഡിന്റെ സെക്ഷൻ 295C പറയുന്ന ഈ നിയമം അത്യന്തം കുപ്രസിദ്ധമാണ്. മതനിന്ദ ആരോപിക്കപ്പെട്ടാൽ ഇല്ലെന്ന് കുറ്റാരോപിതൻ തെളിയിക്കണം. അത് സാധ്യവുമല്ല. പോലീസും സർക്കാരും കോടതിയും ഭൂരിപക്ഷ മതവിഭാഗത്തിലെ ഭൂരിപക്ഷവുമൊക്കെ കുറ്റാരോപിതത്തിന് എതിരായിരിക്കും. കഴിഞ്ഞ ഒക്ടോബറിലെ കണക്കനുസരിച്ച് 179 പേർ ജയിലിലുണ്ട്. വ്യക്തിവൈരാഗ്യം തീർക്കാൻ ആർക്കും നിയമം ദുരുപയോഗിക്കാം. കോടതി വിട്ടയച്ചാലും ജനം കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയുണ്ട്. ന്യൂനപക്ഷ വിരുദ്ധത പാകിസ്ഥാന് ഭൂഷണമായിരിക്കാം, കാരണം അത് ഒരു മതരാഷ്ട്രമാണ്. ഇന്ത്യ അങ്ങനെയല്ല, ആകാനും പാടില്ല. അതുകൊണ്ട് ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ പുതുക്കി അവതരിപ്പിച്ച നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം രാജ്യം ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നിർബന്ധിത മതപരിവർത്തന നിരോധന ബിൽ 2024 രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ ഭയാശങ്കകൾ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരു വ്യക്തി ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ വിവാഹം കഴിക്കുമെന്ന ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനിലെ പോലെ ഇന്ത്യ ആയി മാറി എന്നാണ് ദീപിക പത്രം പറയുന്നത്. എനിക്ക് തോന്നുന്നത് അതൊരു കത്തോലിക്കരുടെ പത്രമാണ്, ക്രിസ്ത്യാനികളുടെ പത്രമാണ്. അപ്പോൾ ഇന്ത്യ മുസ്ലിങ്ങളുടെ സ്വർഗമാണ്,
പാകിസ്ഥാൻ ക്രിസ്ത്യാനികളുടെ നരകമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കുറേ സംഘി നായകൾ അത് പറയുന്നതിൽ എനിക്ക് യാതൊരു വിധ മടിയുമില്ല. കാരണം നായ അല്ലാതെ ജീവിക്കുന്ന ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാടൊക്കെ അനുഭവിക്കുന്നവനാണ് ഞാൻ. അപ്പോൾ സംഘികളുടെ നായകൾ ഇങ്ങനെ പാടുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് ഇന്ത്യ സ്വർഗമാണ്, ഒന്നുമല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ജനിച്ച നാടൊക്കെ സ്വർഗ്ഗമാണ്. അത് കേരളത്തിലായതുകൊണ്ടും നമ്മുടെ നാടിൻ്റെ സംസ്കാരം അങ്ങനെയൊക്കെ ആയതുകൊണ്ടും ഒക്കെയാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും അങ്ങനെയാണോന്ന് എനിക്കറിയില്ല. അപ്പോൾ കേരളം BJP ക്ക് കൊടുക്കരുത്, പിന്നെ അത് നരകമാകും. അപ്പോൾ എൻ്റെ നാട് എന്ന് പറയുന്നത് എനിക്ക് സ്വർഗ്ഗമാണ്, എനിക്ക് ഇഷ്ടമാണ്. എൻ്റെ നാട്ടിൽ ഞാൻ പുലിയാണ്. മറ്റുള്ള ഏത് നാട്ടിൽ പോയാലും എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യവും അഭിമാനബോധമൊന്നും കിട്ടില്ല. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ഒരു മുസ്ലിമിന് ഇന്ത്യ സ്വർഗമാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷെ എനിക്ക് എൻ്റെ നാട് നിലവിൽ സ്വർഗമാണ്. കാരണം ഞാൻ ജനിച്ചത്, ഞാൻ കണ്ടു വളർന്നത്, എൻ്റെ മുതുമുത്തച്ഛന്മാരൊക്കെ ജനിച്ചത്, ഓക്കെ മുതുമുത്തച്ഛന്മാർ ജനിച്ചതൊന്നും എനിക്ക് പ്രശ്നമല്ല. പക്ഷെ ഞാൻ കണ്ടു വളർന്നതും എനിക്കിഷ്ടവും എൻ്റെ നാടിലെ തുളു സംസാരം, ബിഹാരി സംസാരം ഇതൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഒരു ഗ്രഹാതുരത്വം അല്ലെങ്കിൽ അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ വിഷയം അതല്ല. അപ്പോൾ ഇങ്ങനെ മതപരിവർത്തന നിയമം കൊണ്ടുവന്നിട്ട് ക്രിസ്ത്യാനികൾക്ക് BJP നന്നായിട്ട് പണി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കാസക്കാർക്കും സന്തോഷമായിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ ഈ പേപ്പട്ടികളെ പ്രോത്സാഹിപ്പിച്ചാൽ കുഴപ്പമെന്താണെന്നറിയോ? പേപ്പട്ടിക്ക് ബുദ്ധിയില്ല. അതിൻ്റെ തിരിച്ചറിവ് ശേഷി, നീതിബോധം, അല്ലെങ്കിൽ ആരെയൊക്കെ കടിക്കണം ആരെയൊക്കെ കടിക്കണ്ട എന്നുള്ള ബോധം, എന്ത് പ്രവർത്തിക്കണം എന്നുള്ള ബോധമൊന്നും അതിനില്ല. അത് ഭ്രാന്തായതാണ്. അപ്പം ഭ്രാന്തന്മാരെ പ്രോത്സാഹിപ്പിച്ചാലുള്ള പ്രശ്നം ഇത് അവസാനം നമ്മളെയും കടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിനെ തടയിടുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കും. അത്രേ എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളൂ. അപ്പോൾ സംഘികളെ പ്രോത്സാഹിപ്പിക്കരുത്, സംഘികളെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയം നിർത്തുകയാണ്. അപ്പോൾ ശരി.